സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമ്മള് ലാസ്റ്റിൽ പറഞ്ഞുതരാം. മെഡിക്കൽ എമർജൻസീസ് ആണ് ഇപ്പോ. തുടങ്ങിക്കൂടാ സർ? തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല, കാണുന്നുണ്ട്. ഓക്കെ. മെഡിക്കൽ എമർജൻസീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അന്ന് നമ്മളൊരു ചോക്കിങ് ഇടയിൽ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഓരോ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോക്ക് എടുത്തപ്പോൾ സമയത്തൊക്കെ അനഫൈലൈറ്റിക് ഷോക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനഫൈലൈറ്റിക് ഷോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇവിടെ എന്താ വെച്ചാൽ മാസീവ് ആയിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞ പോലെ മെഡിസിനോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റിനോടോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനോടെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു അലർജിക് റിയാക്ഷൻസിനെയാണ് നമ്മൾ അനഫൈലാറ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ് ആഫ്റ്റർ ആൻ ഇൻജെക്ട് ഓഫ് എ ഡ്രഗ് ഓർ ഇൻസെക്ട് ബൈറ്റ് ഓർ ഈറ്റിംഗ് സം അലർജൻ. അങ്ങനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പെൻസിൽ. ഇപ്പൊ ചിലർക്ക് പൈനാപ്പിൾ കഴിച്ചാല്, ചിലർക്ക് ക്രാബ് ഫിഷ് കഴിച്ചാല്, ചിലർക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒന്ന് കുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസെക്ടിന് എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടുന്ന സമയത്തേക്കും ഫുൾ ആയിട്ട് സ്വെല്ലിങ് വന്ന് തടുപ്പുണ്ടാകുന്നതിനെ നമ്മൾ എന്താ പറയാ, അനാഫൈലാക്റ്റിക് ഷോക്ക് എന്ന് പറയാം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് സിംറ്റംസ് എന്തൊക്കെയാ വിട്ടാച്ചാല് എയർവേസിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, പിന്നെ നമുക്ക് സോളോ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ സ്കിന്നിൽ നോക്കുകയാണെങ്കിൽ ഹൈവ്സ്, അതിന് നമ്മൾ എന്താ പറയാ, അർട്ടിക്കേരിയ എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ തടിച്ചു പൊന്തൂല, അതിനാണ് നമ്മൾ ഹൈവ്സ് എന്ന് പറയും. അതിന് കൂടുതൽ തന്നെ റെഡ്നെസ്, ഇച്ചിങ്, റാഷ്, സ്വെല്ലിങ് അതൊക്കെ ഉണ്ടാവും. പിന്നെ സ്റ്റൊമക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് എടുത്തിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ ക്രാംസ്, ഡയറിയ, നോസിയ, വോമിറ്റ്, പൈനാപ്പിൾ ഒക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ചില ഗ്രേപ്സ് കഴിച്ചാല്, ചില ഫിഷ് അങ്ങനെയൊക്കെ ഉണ്ടാവണമാണ് ഇപ്പൊ ഇത് കൂടുതൽ കാണിക്കാറില്ല. ചിലർക്ക് ബീഫ് കഴിച്ചാൽ അങ്ങനെയൊക്കെ കാണും. അപ്പൊ അതിന് തന്നെ അവർക്ക് അസോസിയേറ്റഡ് ആയിക്കൊണ്ട് ക്രാംസും, ഡയറിയ, നോസിയ, വോമിറ്റിംഗ് അങ്ങനത്തെ സിംറ്റംസ് കൂടി കിട്ടാം. ഹാർട്ടിലാകുമ്പോൾ നമ്മൾ ബ്ലഡ് വെസൽസിൽ ഒരു വാസോ കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ BP ഒന്ന് കുറയും. അതേപോലെ തന്നെ വാസോ ഡയലറ്റേഷൻ വരുന്നതുകൊണ്ട് BP ഒന്ന് കുറയും. അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് കൂടും, പൾസ് ഒന്ന് വീക്ക് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ ടിഷ്യൂസിലേക്കൊക്കെ ബ്ലഡ് കറക്റ്റ് എത്താത്തതുകൊണ്ട് ഫീലിംഗ് ഫെയിൻറ്റ് ഒരു ഫെയിൻനെസ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഗിഡിനെസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഷോക്ക് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ചെറിയൊരു ഫെറ്റീഗ് മുതൽ അല്ലെങ്കിൽ ഒരു ഫെയിൻനെസ് മുതൽ ചിലപ്പോൾ അത് കൊളാപ്സ് വരെ എത്താറ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകുക. ഫസ്റ്റ് സിംറ്റം നമുക്കൊരു ഫെയിൻനെസ് അല്ലെങ്കിൽ അവർക്കൊരു എന്തൊക്കെയോ ഒരു ഗിഡിനെസ്, തലകറക്കം പോലെ എന്നൊക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി സിംറ്റംസും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് കിട്ടുക. അപ്പൊ അതിന് നമ്മൾ പിന്നെ പറയാനുള്ളത് ഇൻസെക്ട് ബൈറ്റ്. ഇൻസെക്ട് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബി വെനാണ്. അപ്പൊ ബി വെനം നമ്മളിപ്പോ അതിലൊരു ഇൻസെക്ട് ബൈറ്റ് പലതും ആവട്ടെ, എന്തുകൊണ്ടും വേണമെങ്കിൽ എന്ത് ഇൻസെക്ട് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. അപ്പൊ ബീസിന്റെ വെനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ആസിഡിക് ആണ് അതിന്റെ റിയാക്ഷൻ വരിക. അപ്പോൾ അതിന് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രലൈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി അമോണിയ, സോഡ ഓർ മെത്തിലൈൻ ബ്രോത്ത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇപ്പൊ ഇതിലൊന്നും ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ഇപ്പൊ ബീസിന്റെ വരാണ് നമുക്ക് ബോഡിയിൽ ഇഞ്ചെക്ട് ആയതെന്നുണ്ടെങ്കിൽ അതൊരു അസിഡിക് മീഡിയ ആയതുകൊണ്ട് തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയോ അല്ലെങ്കിൽ സോഡ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാണ് വേണ്ടത്. വാസ്പിന്റെ വരാണെങ്കിൽ അതേപോലെ തന്നെ ആൽക്കലൈൻ അപ്ലിക്കന്റ് ഓഫ് വിനേഗർ ഓർ ലെമൺ ജ്യൂസ്. അതിന് നമ്മൾ വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒക്കെയാണ് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. വാസ്പിന്റെ വനം ആൽക്കലൈൻ ആണ്, അതുകൊണ്ട് നമ്മൾ അസിഡിക് ആയിട്ട് കൊണ്ടുള്ള വിനേഗർ, ലെമൺ ജ്യൂസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ജെല്ലി ഫിഷിന്റെ സ്റ്റിങ്സ് ഒക്കെയാണ് കടി കുത്തിയതെന്നുണ്ടെങ്കിൽ കലാമിൻ ലോഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടെക്സ്റ്റിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ്. ഇനി സ്കോർപ്പിയോൺ ബൈറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ വെച്ചാൽ ഇച്ചിങ്, നമുക്ക് എന്തൊക്കെയാ സിംറ്റം കിട്ടുക, ഒരു സ്കോർപ്പിയോണ് കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേളല്ലേ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും കുത്തിയെടുത്ത് ചൊറിച്ചിലുണ്ടാവും. അതിന്റെ കൂടുതൽ തന്നെ ആ ഭാഗം മൊത്തമായിട്ട് സ്വെല്ലിങ് ഉണ്ടാവും. പിന്നെ ബേണിംഗ് പെയിൻ, ഭയങ്കര പുകച്ചിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പിസിലൊക്കെ പറയുന്ന രീതിയിലുള്ള ബ്രൂയിസ്ഡ്, സോർ, ലെയിം, ബേണിംഗ് പെയിൻ ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഉണ്ടാവും 4 to 6 hours ആഫ്റ്റർ ദ ബൈറ്റ്. തേള് കുത്തിയാലും ഇതിലൊരു പ്രത്യേകത, കുത്തി കഴിഞ്ഞിട്ട് ഒരു 4 to 6 മണിക്കൂറിന്റെ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് പ്രൊഫ്യൂസ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവും. ആള് മൊത്തം വിയർത്ത് കുളിച്ചിട്ട് വരിക ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ റെസ്ലെസ്നെസ്, ലാക്രിമേഷന്, സലൈവേഷന് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഇങ്ങനെ മൊത്തമായിട്ട് വിയർക്കുന്ന രീതിയിൽ നമ്മളെ ബോഡിയിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഒക്കെ ഫുള്ള് പുറത്തേക്ക് പോകുന്ന രീതിയിൽ, നമ്മൾ ഓർഗനോഫോസ്ഫറസിലൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഫുള്ള് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ സലൈവേഷന്, ലാക്രിമേഷന്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ സെൻസേഷൻ ഒക്കെ ഒന്നല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആവും, അല്ലെങ്കിൽ ഒരു നമ്പനസ്, കുത്തിയ ഭാഗത്ത് ഒരു നമ്പനസ് ഒക്കെ ആയിട്ട് കിട്ടാം.
അപ്പൊ ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷന്റെ ഫ്രഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇനി ഒരു നമ്മളിപ്പോ കുത്തിന്റെ ഒരു പ്രോക്സിമൽ സൈറ്റില് ഇപ്പൊ കുത്തിയത് ഇപ്പൊ നമ്മളെ കയ്യിന്റെ ഇവിടെ ഒരു എന്താണ് നമ്മളെ റിസ്റ്റിന്റെ വാച്ച് കെട്ടുന്നോട്ടൊക്കെ അങ്ങനെ അതിന്റെ കുറച്ച് പ്രോക്സിമൽ ആയിട്ട് കുറച്ചും കൂടി മേലേക്ക് തന്നെ നിർത്തിയിട്ട് ഒരു 5 to 10 മിനിറ്റിൽ നമ്മളൊരു എന്താണ് റിലീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യണം. അതിന്റെ തൊട്ട് മേലായിട്ട് നമ്മളൊരു ടോർണിക്കേറ്റ് അപ്ലൈ ചെയ്യുന്നു പ്രോക്സിമൽ സൈറ്റില്. അപ്പൊ ഈ പ്രോക്സിമൽ സൈറ്റിൽ നിന്ന് ടോർണിക്കേറ്റ് കെട്ടിയിട്ട് നമ്മളൊരു 5 to 10 മിനിറ്റിൽ എന്തായിരിക്കും ഇത് ഇങ്ങനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പറ്റി നിന്നിട്ട് ഗാംഗ്രൈനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പ്രോക്സിമേറ്റ് എന്താണ് ഇത് കെട്ടുന്നത് ടോർണിക്കേറ്റ് എവിടെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് പ്രോക്സിമൽ ആണെന്നുള്ളത് ഒന്ന് ഈ പോയിന്റിൽ ആലോചിച്ച് നോക്കുക. കാരണം ഡിസ്റ്റൽ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓൾറെഡി ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് എന്താണ് ഈ പോയ്സൺ ബ്ലഡിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പ്രോക്സിമൽ സൈറ്റിലാണ് ടോർണിക്കേറ്റ് അപ്ലൈ ചെയ്യുന്നത്. 5 to 10 മിനിറ്റ്സിൽ അതൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇനി സ്നേക്ക് ബൈറ്റ്. സ്നേക്ക് ബൈറ്റിൽ കുറേ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്നേക്ക് ബൈറ്റിൽ എന്ന് വെച്ചാൽ പേഷ്യന്റ് അതിന്റെ വെനം കൊണ്ടല്ല ഡൈ വരുന്നത്. പീപ്പിൾ എപ്പോഴും അതിൽ നിന്ന് ഫിയർ കൊണ്ടാണ് കൂടുതലായിട്ട് ഡൈ വരുന്നത്. ഒരാൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞ സമയത്ത് പറയണായിരുന്നു പേഷ്യൻസിനെ നമ്മൾ കാം ചെയ്യുക അല്ലെങ്കിൽ റിയഷർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു സമാധാനപരമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പീപ്പിൾ ശരിക്കും എന്താ ചിലപ്പോൾ വാമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് വെനത്തിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചേരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ ചിലപ്പോൾ നല്ല പേഴ്സൺ അല്ലാത്ത ഏതെങ്കിലും ബൈറ്റ് ഇതായിരിക്കും ഉണ്ടാവുക. പക്ഷെ പേഷ്യന്റ് പേടിച്ചിട്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ വിക്ടിമ് പേടിച്ചിട്ടാണ് ഇവർക്ക് ഡെത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നിന്ന് പുറമെ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. പാമ്പ് കടിച്ചൊരു ഏരിയ ആ ഭാഗങ്ങൾ ഒരു 12 hours കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് പർപ്പിൾ ഡിസ്കളറേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ആ പാർട്ടിലൊരു പെയിന് നമ്പറസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ ഡ്രിബ്ലിംഗ് ഓഫ് സലൈവ ആൻഡ് പാരാലിസിസ് കൂടെ നമുക്ക് അതിന്റെ സിംറ്റംസ് ആയിട്ട് കിട്ടാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോയ്സണസ് സ്നേക്കും നോൺ പോയ്സണസ് സ്നേക്കും ആയിട്ട് പറയുന്നത്. പോയ്സണസ് സ്നേക്കിന് ഒരു ഫാങ്സ് ഉണ്ടാവും, അതാണ് അതിന്റെ പ്രത്യേകത. ബാക്കി ഇപ്പൊ പിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പ്യൂപ്പിളിന്റെ ഇതൊന്നും അത്ര നോക്കാറില്ല. ആ ഫാങ്സ് വെച്ചിട്ടാണ് കുത്തിയ പാർട്ടിൽ നമ്മൾ ഈ ഫാങ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ടീത്ത് മാർക്ക് നോക്കുന്ന സമയത്ത് ഒരു സർക്കുലർ ആയിട്ടായിരിക്കും ഈ പോയ്സണസ് സ്നേക്കിന്റെ കിട്ടുക. മറ്റേതൊരു ഒരു ലീനിയർ ലൈൻ ആയിട്ടാണ് എപ്പോഴും നോൺ പോയ്സണസിന്റെ കിട്ടുന്നത്. ഇതൊക്കെ ആ ഒരു പോയ്സണസ് സ്നേക്കിനും നോൺ പോയ്സണസ് സ്നേക്കിനും നമുക്ക് ഡിഫറൻസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഡീറ്റെയിലേക്ക് പോകുന്നതിന് വലിയ ഇതില്ല. ഞാൻ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ ആ ബൈറ്റിന്റെ സമയത്ത് 2 ഫാങ്സ് മാർക്സ് വിത്ത് ഓർ വിത്തൗട്ട് സ്മാൾ മാർക്സ് ഓഫ് അതർ ടീത്ത്. ഫാങ്ങിന്റെ മാർക്കാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബോഡി എപ്പോഴും എന്താണ് പോയ്സണസ് സ്നേക്കിൻ്റെത് ലാർജ് ആയിട്ടുള്ള സ്കെയിൽ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ അവർ ആ എൻ്റയർ ബ്രെഡ്ത്ത് ഓഫ് ദി ബെല്ലിയിൽ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. നോൺ പോയ്സണസിൻ്റെതാകുമ്പോൾ സ്മാൾ അല്ലെങ്കിൽ മോഡറേറ്റ്ലി ലാർജ് ആയിരിക്കും. അതേപോലെ തന്നെ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു ഫാങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാങ്സ് ആണ് നമ്മൾ ഈ പോയ്സണസ് സ്നേക്കിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പിന്നെ സ്നേക്ക് വെനം നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഹീമോടോക്സിക് വെനം, മയോടോക്സിക്, ന്യൂറോടോക്സിക്, സൈറ്റോടോക്സിക്, ഹെമറേജിക് അങ്ങനത്തെ രീതിയിലാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകുക. കാരണം എന്താ വെച്ചാൽ ഏത് രീതിയിലാണ് അതിന്റെ ആക്ഷനും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. ഹീമോടോക്സിക് ആകുമ്പോൾ നമുക്കറിയാം ബ്ലഡിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് ആക്ഷൻ കൊടുക്കുക. അതുകൊണ്ട് ഹീമോലൈസിസ്, പിന്നെ ബ്ലഡില് ക്ലോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ബ്ലഡിന്റെ പമ്പിങ് കുറക്കും. അപ്പൊ ടിഷ്യൂസിന് ഡാമേജ് പെർമനന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. RBCസിലേക്കാണ് ഡിസ്ട്രക്ഷൻ വരിക. മയോടോക്സിക് എന്ന് പറയുമ്പോൾ മസിൽസിലേക്കാണ് പെയിൻ ആയിട്ട് ആക്ഷൻ വരിക. അപ്പൊ മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ കിഡ്നിയിലേക്കാണ് പോവുക. അങ്ങനെ ആകുമ്പോൾ തന്നെ മസിൽസിന് പാരാലിസിസ്, അതിന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക. ന്യൂറോടോക്സിക് നേരെ തിരിച്ച് നെർവസ് സിസ്റ്റത്തിനും അതേപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനും ബാധിക്കുന്നുണ്ട്. വൊമിറ്റിങ്, ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്, അങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ സിംറ്റംസ് ആണ് കിട്ടാൻ നെർവസ് സിസ്റ്റത്തിനാണ് ബാധിക്കുക. സൈറ്റോടോക്സിക്കും എന്താണ് ഇതേപോലെ തന്നെ സെൽസിനെ അല്ലെങ്കിൽ ലിവിങ് സെൽസിനെ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ബ്ലീഡിങ്, സ്വെല്ലിങ് സിംറ്റംസ് കിട്ടും. ഹെമറേജിക് ആകുമ്പോൾ ബ്ലീഡിങ് തന്നെയാണ് മൾട്ടിപ്പിൾ ഓർഗൻസിൽ എവിടെയെന്നില്ലാണ്ട് ഫുള്ള് ബ്ലീഡിങ് ഉണ്ടാക്കുക ചെയ്യും. അതിന് ഡോഗ് ബൈറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്നേക്ക് ബൈറ്റ്. അപ്പൊ അതിൽ പോയ്സണസ് നോൺ പോയ്സണസ് ഉണ്ട് എന്നുള്ളത് നോക്കുക. അതേപോലെ പോയ്സണസിന്റെ ഫാങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡോഗ് ബൈറ്റ് നമ്മളിപ്പോ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റാബീസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. വേറെ സിംറ്റംസ് ഒന്നുമില്ല. ഫേറ്റൽ മെഡിക്കൽ കണ്ടീഷൻ ആണ്.
അതിന് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് പറയാം. അപ്പൊ ഹൈഡ്രോഫോബിയ എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോഗിന്റെ റാബിഡ് ആയിട്ടുള്ള ഒരു ഡോഗിന്റെ ബൈറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസീസ് ആണ് ഹൈഡ്രോഫോബിയ. ഒരു ഫേറ്റൽ ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ ആണ്. റാബീസ് എന്നാണ് നമ്മൾ അതിന്റെ ഡിസീസിന്റെ ഇത് പറയുന്നത്. ഡോഗ് ഷുഡ് ബി വാച്ച്ഡ് ഫോർ 10 days. ആ 10 days എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എത്ര ദിവസമാണ് നമ്മളൊരു ഇങ്ങനെ ഒരു ഡോഗ് ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോഗിനെ എത്ര ദിവസമാണ് വാച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ദിവസമാണ് അതിനെ നമ്മൾ എന്താണ് സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ടതെന്നുള്ളതാണ് 10 days ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ റാബീസിന്റെ സിംറ്റംസ് ഒക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ് ഏക്ക്, നോസിയ ഉണ്ടാകും, അതേപോലെ വോമിറ്റിംഗ് ഉണ്ടാകും, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അജിറ്റേഷൻ എന്നൊക്കെ പറയും, ഒരു സ്ഥിരതല്ലാതെ മൈൻഡിന്റെ ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഹാലൂസിനേഷൻ, എന്തൊക്കെയോ കണ്ടു പേടിക്കുക, ചിലപ്പോൾ കണ്ടതല്ല കാണാത്തത് പറയാ, അങ്ങനത്തെ രീതിയിലൊക്കെ. പിന്നെ സ്വാളോവിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകും, അതായത് വെള്ളം ഇറക്കാനൊക്കെ ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് വാട്ടർ കാണുന്ന സമയത്ത്, വെള്ളം കാണുന്ന സമയത്ത് അവർ വല്ലാണ്ട് രീതിയിൽ പാൻഡിങ്, കിതപ്പൊക്കെ പോലെ കാണിക്കും. കാരണം അവർക്ക് ഇറക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ മൗത്തില് വായിലൊക്കെ നിറയും പതയും വരുന്ന രീതിയിൽ ഫോമിങ് ഉണ്ടാകും. പിന്നെ റെസ്പിറേറ്ററി പാരാലിസിസിലേക്ക് എത്തും. പിന്നെ പേഷ്യന്റിന് ഡ്രിങ്കിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാകും, വെള്ളം കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് അതാണ് അവർ സിംറ്റംസ് ആയിട്ട് കാണിക്കുക. ഇനി നമ്മള് ആ ഭാഗങ്ങൾ കഴിഞ്ഞു. എത്രയാണ് മെഡിക്കൽ എമർജൻസീസിലെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അതിൽ 2-3 നമ്മൾ ബൈറ്റിൽ വരുന്നത്. ഇനി ഒരു എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് എന്താണ് സൺബേൺ അല്ലെ. അപ്പൊ നമുക്കറിയാം സൺബേണിന്റെ എഫക്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെയാ വരുന്നില്ലത് നോക്കാം. അതേപോലെ വെൽഡേഴ്സ് ഫ്ലാഷ്, ഇതൊക്കെയാണ് ടെമ്പറേച്ചറിന്റെ ഓരോ ടൈപ്പുകളാണ് കേട്ടോ. ഈ രീതിയിലൊക്കെ അല്ലേ നമുക്ക് ടെമ്പറേച്ചറിന്റെ പ്രശ്നങ്ങൾ വരാം. വെൽഡേഴ്സ് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഈ വെൽഡേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലാഷ് ഇല്ല, അപ്പൊ അതിനെ കൊണ്ട് ടെമ്പറേച്ചർ അത് ഓവറായിട്ട് ഇതാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈപ്പോതെർമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഫാസ്റ്റ് ബിലോ 35 ഡിഗ്രി സെൽഷ്യസ് ഓർ 95 ഡിഗ്രി ഫാരൻഹൈറ്റ്. നമ്മൾ പറഞ്ഞു ഒരു 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ആവറേജ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ ആണെന്നുള്ളത്. അപ്പൊ അതൊരു 35 പോലെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോതെർമിയ എന്ന് പറയും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ 26 to 24 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ അതിന് താഴെ ടെമ്പറേച്ചർ ഫാൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ റിക്കവറി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് തണുപ്പുണ്ടാകുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുക. ഇയേഴ്സ്, നോസ്, ചിന്ന്, ഹാൻഡ്സ്, ഫീറ്റ് എക്സ്പോസ്ഡ് ടു പ്രൊലോങ്ഡ് ഓർ ഇന്റൻസ് കോൾഡ്. പ്രൊലോങ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ട് ഭയങ്കര തണുപ്പിനോട് പെട്ടെന്ന് എക്സ്പോഷർ ആവാം, അല്ലെങ്കിൽ ഒരുപാട് നേരത്തേക്ക് കുറഞ്ഞ തണുപ്പിനോടുള്ള എക്സ്പോഷർ ആവുന്ന സമയത്ത് ഇയേഴ്സ്, നോസ് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റാണ് നമ്മളതിന് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. നമ്മളത് കുറച്ചുകൂടി ഇട്ട് പറയുന്നുണ്ട്. സൺബേണിന്റെ സിംറ്റംസ് നമുക്ക് എന്തൊക്കെയാ കിട്ടുക? ഇപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ഏപ്രിൽ മാർച്ച് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇതിനെ പറ്റി കൂടുതൽ നമുക്ക് പോസ്റ്ററും കാര്യങ്ങളും വരാറുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയുന്ന സിംറ്റംസ് തന്നെയാണ്. സ്കിന്നിലൊക്കെ ഒരു ഇൻഫ്ലമേഷന്, അവിടെ എവിടെയും കളർ ചേഞ്ച് കാര്യങ്ങൾ വരാം. പിങ്ക് മുതൽ റെഡിഷിലേക്ക് ഒരു കളർ ചേഞ്ച് വരാം. പിന്നെ സ്കിന്ന് നമ്മൾ സാധാരണ തൊടുന്നേക്കാളും ഒരു ചൂട് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ചില സ്ഥലത്ത് ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്യും. ബ്ലിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള, ഒരു നമ്മൾ പഴുത്ത് നിൽക്കുന്ന ഒരു കുരു പോലെ, അതായത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുരു പോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്വെല്ലിങ് പോലെ പൊന്തി നിൽക്കും. അതിന് കൂടെ തന്നെ ചിലപ്പോൾ സ്കിന്ന് പൊട്ടുന്ന രീതിയിൽ വരാം. ഈ ബ്ലിസ്റ്റർ ആയിട്ട് ഫോം ചെയ്യുന്ന ഭാഗം ചിലപ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്വെല്ലിങ് ഉണ്ടാകും, അതേപോലെ തലവേദന, പിന്നെ നോസിയ, പനി, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ കണ്ണിലൊക്കെ എന്തോ ഒരു കരട് കുടുങ്ങിയ പോലെ ഒരു ഗ്രിറ്റി സൊള്ളൻ ഐസ് ആയിരിക്കും. അതേപോലെ കോർണിയയിലൊക്കെ ഭയങ്കര ഒരു ബ്ലിസ്റ്ററിങ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു എന്താണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിംറ്റംസും കൂടെ കാണും. ഇനി ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന്റെ അണ്ടർലൈൻ ടിഷ്യൂസിനെ കോൾഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഡാമേജിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയാം. അപ്പൊ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് സൈറ്റ് പറഞ്ഞില്ല, ഇയർ, നോസ്, ചീക്ക്, കൈയിന്റെ ഫിംഗേഴ്സ്, ടോസ്, ഇങ്ങനത്തെ കൂടുതൽ എക്സ്പോഷർ സമയത്താണ് ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുക. അതിന്റെ കൂടുതൽ തന്നെ സ്കിൻ എന്തായിരിക്കും, നമ്മളെ നോർമൽ കളറിനേക്കാളും കുറച്ചും കൂടി പെയിൽ ആയിരിക്കും. അതേപോലെ കോൾഡ് ആയിരിക്കും, ഫേം അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യാം. പിന്നെ പെയിന്, അതിന്റെ കൂടെ പെയിൻ ഉണ്ടാകും. പിന്നെ എന്താണ് ചെറിയൊരു പുകച്ചിന് അല്ലെങ്കിൽ വേദന, പിന്നെ തടിപ്പ് ഒക്കെ ഉണ്ടാകും. പിന്നെ മറ്റേ പോലെ തന്നെയാണ് സൺബേണിന്റെ പോലെ തന്നെയാണ് ഇവിടെ നമുക്കൊരു 24 hours എക്സ്പോഷർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലിസ്റ്ററും കാര്യങ്ങളും ഫോം ചെയ്യും. ഈ സമയത്ത് നമ്മൾ എന്താ വെച്ചാല് വാം വാട്ടർ ആണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ വെറ്റ് ആയിട്ടുള്ള നനഞ്ഞ ക്ലോത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. പിന്നെ കുറച്ചു നേരത്തേക്ക് നമുക്ക് വാം വാട്ടർ, ഇവിടെ നമ്മൾ ഹോട്ടായിട്ടുള്ള സാധനം അപ്ലൈ ചെയ്യരുത്. ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കയ്യും കാലൊക്കെ ഒന്ന് മുക്കി വെക്കാം. പിന്നെ ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് വാം മറ്റുള്ള ഒരു ക്ലോത്ത് കൊണ്ട് നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കാം.
അതേപോലെ തന്നെ നമ്മൾ ചില റബ്ബ് ചെയ്യരുത്. ഈ റീവാം ചെയ്ത സ്കിന്നിന് നമ്മൾ കൊണ്ടുപോയിട്ട് റബ്ബ് ചെയ്യരുത്. അപ്പൊ അവിടെ സ്കിന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്, ബ്ലിസ്റ്ററും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത. പിന്നെ ചിലപ്പോ അത് വീണ്ടും ഫ്രീസായിട്ട് പോകാം റീവാം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫ്രോസ്റ്റ് ബൈറ്റിന്റെ സിംറ്റംസ് ആണ് പറയുന്നത്. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കിന്നിന് കോൾഡ് കൊണ്ട് ഡാമേജ് ഒന്നും ഇല്ലാത്തൊരു സ്കിന്നായിരിക്കും. പിന്നെ അതിനൊരു ഫ്രോസ്റ്റ് നിപ്പ് എന്ന് പറയും. ഈ കൈയിന്റെ ഒക്കെ അറ്റങ്ങളുടെ ഭാഗങ്ങളിൽ റെഡ്നെസ് വരിക, അതേപോലെ ഒരു എന്താണ് ഒരു കോൾഡ് ഫീലിംഗ് കൊണ്ട് നമ്പനസ് വരിക, തരിപ്പ് പോലെയൊക്കെ വരുന്നതാണ് അറ്റം ഭാഗങ്ങളിൽ കേട്ടോ. പിന്നെ സൂപ്പർഫിഷ്യൽ ഫ്രോസ്റ്റ് ബൈറ്റ്, അത് കുറച്ചും കൂടി സ്കിന്നൊക്കെ ഒരു വാം ഫീലിംഗ് വരും. അതേപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഫ്ലൂയിഡ് ബ്ലിസ്റ്റർ കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ സൂപ്പർഫിഷ്യൽ ഫ്രോസ്റ്റ് ബൈറ്റ്. പിന്നെ ഡീപ്പ് ഫ്രോസ്റ്റ് ബൈറ്റ്, അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഒരു നമ്പനസ്, തരിപ്പ് കാര്യങ്ങൾ വരും. പിന്നെ ജോയിൻസിൽ മസിൽസ് ഒന്നും വർക്ക് ചെയ്യാണ്ട് നമുക്ക് എന്താണ് അവിടെയും ഇവിടെയൊക്കെ ഒരു ലാർജ് ബ്ലിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് തരും. ഇതാണ് നമ്മൾ ഡീപ്പ് ഫ്രോസ്റ്റ് ബൈറ്റ്. അപ്പൊ ഇനി ഇതേപോലെ തന്നെയല്ല കുറച്ച് സിംറ്റം, ഇങ്ങനത്തെ കുറച്ച് ടെമ്പറേച്ചറിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ട്രഞ്ച് ഫ്രൂട്ട് ഡെവലപ്പ് above the critical tissue temperature associated with moisture for prolonged period. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും കുറച്ചും കൂടി കൂടിയ ടെമ്പറേച്ചറും അതിന് കൂടെ തന്നെ എന്തായിരിക്കും മോയ്സ്ചറും കൂടി ഉണ്ടാവുക. അതായത് ഒരു നമ്മള് ഇപ്പൊ വിന്റർ സീസണിലൊക്കെ ഭയങ്കര ഇതും കൂടി വരികയാണെങ്കിൽ, ഇപ്പോ നമ്മളെ കാലാവസ്ഥയിൽ അങ്ങനെ വരില്ല, ചിലപ്പോൾ കാശ്മീരൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു പെട്ടെന്നുള്ളൊരു എന്താണ് ടെമ്പറേച്ചർ കൂടും, അതിന് കൂടെ വെച്ച് അവിടെ ഫുള്ളൊരു മോയ്സ്ചർ ഫീലിംഗ് കൂടി വരികയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യാറെന്ന് വെച്ചാല് മാൽന്യൂട്രീഷൻ ഉള്ള ആൾക്കാർക്ക്, അതേപോലെ വൈറ്റമിന്, ഡീഹൈഡ്രേഷന്, പ്രോട്ടീന് ഇതൊക്കെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, വൈറ്റമിന്റെ ഡെഫിഷ്യൻസി, പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി, അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സിംറ്റംസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് ട്രഞ്ച് ഫ്രൂട്ടൊക്കെ വേഗം എഫക്ട് ചെയ്യാം. പിന്നെ ചിൽബ്ലൈൻ ഓർ പെർണിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു അലർജിക് വാസോപ്ലാസ്റ്റിക് റിയാക്ഷൻ ആണ്. കോൾഡിനോടുള്ള റിയാക്ഷൻ തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഡാംപ്നെസ്സിൽ കൂടുതൽ തണുപ്പും കാര്യങ്ങളിലൊക്കെ എഫക്ട് ചെയ്ത് നിൽക്കുന്നതിൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽക്ക് ഒരു അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻ കാണിക്കുന്നതിനാണ് നമ്മൾ ചിൽബ്ലൈൻ. വാസോ കൺസ്ട്രക്ഷൻ ഓഫ് ദി സ്കിൻ ആണ് ഉണ്ടാവുക. അപ്പൊ ആ ഭാഗത്തേക്ക് എന്താണ് ആ ഭാഗം മൊത്തമായിട്ട് ഒരു റെഡ്നെസ്സോ ഫീലിംഗ് ആണ് ഉണ്ടാവുക. പിന്നെ ഹീറ്റ് എക്സോഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹെവി ആയിട്ട് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സ്വെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വിത്ത് ഫെയിലിയർ ടു റീപ്ലേസ് സാൾട്ട് ആൻഡ് വാട്ടർ ഓൺ ഹീറ്റ് ഡേ. ഒരു ഹീറ്റ് ഡേയിലാണ് നിൽക്കുന്നത്, ഭയങ്കര ഹീറ്റ് ഡേയില് ഭയങ്കരമായിട്ട് സ്വെറ്റിങ്ങോ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സ്വെറ്റിങ്, ഹെവി സ്വെറ്റിങ്ങോ ഒക്കെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സാൾട്ടിനെയും വാട്ടറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന എക്സോഷനാണ് നമ്മൾ ഹീറ്റ് എക്സോഷൻ പറയാം. ഹീറ്റ് സ്ട്രോക്ക് ആണെങ്കിലോ, when body can no longer control its temperature by sweating and can occur quite suddenly. കുറച്ചും കൂടി പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഹീറ്റ് സ്ട്രോക്ക്. എക്സോഷൻ എന്ന് പറഞ്ഞത് എപ്പോഴും കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് തന്നെ ചൂടുകൊണ്ട് ഉണ്ടാവുന്നതാണ് എക്സോഷൻ. സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ടൊരു എന്താണ് ടെമ്പറേച്ചർ കൂടുക, അതിന് സമയത്ത് തന്നെ നമ്മൾ സ്വെറ്റിങ്ങും കാര്യങ്ങളും കൂടുതലായിരിക്കും, പക്ഷെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുക. കോസ്ഡ് ബൈ വെരി ഹൈ എൻവയോൺമെന്റൽ ടെമ്പറേച്ചർ ഓർ ഇൽനെസ് ലൈക്ക് മലേറിയ. അപ്പൊ മലേറിയയിലൊക്കെ നമുക്കറിയാലോ, നമ്മൾ മലേറിയ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്വെറ്റിംഗ് ആയിരിക്കും അതിന്റെ സിംറ്റംസിൽ ഉണ്ടാവാം. അപ്പൊ ഓൾറെഡി സ്വെറ്റിംഗ് കൂടുതലാണ്, അതിന്റെ കൂടുതൽ തന്നെ എന്താണ് ഇവിടെ ടെമ്പറേച്ചറും കൂടുതലാണ്. അങ്ങനത്തെ വരുന്ന സമയത്താണ് ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരും. ഹീറ്റ് എക്സോഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഡിസിനസ്, തേഴ്സ്റ്റ്, ഹെവി സ്വെറ്റിംഗ് അങ്ങനത്തെ സിംറ്റംസ് ഒക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. ഹീറ്റ് എക്സോഷൻ പിന്നെ അത് ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിക്കാം. ഹീറ്റ് സ്ട്രോക്ക് ആണെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഡെത്ത് ഓർ പെർമനന്റ് ഡിസബിലിറ്റി അങ്ങനത്തേക്കൊക്കെ ട്രീറ്റ്മെന്റ് കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഹീറ്റ് സ്ട്രോക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ. ഇതെന്തായിരിക്കും ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന സാധനമാണ് ട്രഞ്ച് ഫുഡ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ അതേ രീതിയിലുള്ള ഇപ്പൊ ഞാൻ പിക്ചർ ഇവിടെ ആഡ് ചെയ്തെന്നുള്ളൂ. ഇപ്പൊ ഈ എന്തായാലും കാലിന്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ചിലപ്പോൾ ഒരു ക്രാക്കഡ് ആയിട്ടുള്ള രീതിയിൽ കാണും, അതേപോലെ ഈ റെഡ് ആയിട്ടും കാണും. റെഡനിങ് ഓഫ് ദി സ്കിൻ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്പനസ്, പിന്നെ ലെഗ് ക്രാംസ്, സ്വെല്ലിങ്, ടിംഗ്ലിംഗ് പെയിന്, പിന്നെ അടിയിലൊക്കെ ബ്ലിസ്റ്റേഴ്സ്, അൾസേഴ്സ് ഉണ്ടാകുക, അതേപോലെ ബ്ലീഡിങ് അണ്ടർ സ്കിന്നിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാകും. കുറേ കൂടി നിന്നിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ഗാംഗ്രീൻ ആയിട്ട് ഡാർക്ക് പർപ്പിൾ, ബ്ലൂ, ഗ്രേ അങ്ങനത്തെ സിംറ്റംസിലേക്കൊക്കെ എത്താം. ഇനി അടുത്തതാണ് ബേൺസ് ആൻഡ് സ്കാർസ്. നമ്മളറിയാം ബേൺ എന്താന്നുള്ളത്, അപ്പൊ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. Burns are injuries that result from dry heat like fire, flame, piece of hot metal, sun, lightning, etc. ഇപ്പൊ നമ്മൾ പറഞ്ഞ സണ്ണിനെ കൊണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെൽഡേഴ്സ് ഫ്ലാഷ് ആവാം, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഫ്ലെയിം ആകാം, ഇങ്ങനെ എന്തുകൊണ്ട് ആയിക്കോട്ടെ അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാവണതിനാണ് നമ്മൾ ഹീറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഇഞ്ചുറിനാണ് നമ്മൾ ബേൺ എന്ന് പറയാം. സ്കാൽഡ് ആണെങ്കിലോ അതേപോലെ തന്നെ ഇഞ്ചുറീസ് ആണ് കോസ്ഡ് ബൈ മോയിസ്റ്റ് ഹീറ്റ്.
ഡ്രൈ ഹീറ്റ് കൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ബേൺ എന്ന് പറയും. മോയ്സ്റ്റ് ഹീറ്റിന് നമ്മൾ സ്കാൽഡ് എന്ന് പറയും. അപ്പൊ മോയ്സ്റ്റ് ഹീറ്റിന് എന്തായിരിക്കും? ബോയിൽഡ് വാട്ടർ ആവാം, സ്റ്റീം ഓയിൽ ആവാം, ഹോട്ട് ലിക്വിഡ് ആവാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എപ്പോഴും മോയ്സ്റ്റ് ഹീറ്റിൽ ഉണ്ടാവാം. കെമിക്കൽ ബേൺ ആണെങ്കിൽ നമ്മളെ ആസിഡ്, ആൽക്കലി അങ്ങനെ എന്തെങ്കിലും പൊള്ളുമ്പോൾ നമ്മളതിനെ കെമിക്കൽ ബേൺ എന്ന് പറയും. ഇലക്ട്രിക്കൽ ബേൺ ആണെന്നെങ്കിലോ ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ ലൈറ്റിനിങ് ഹീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവണതിനെ ഇലക്ട്രിക്കൽ ബേൺ എന്ന് പറയും. അതിന് റേഡിയന്റ് ബേൺ എന്നാണ് സമയത്ത് സൺറൈസ് ആൻഡ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ബ്രൈറ്റ് സർഫസസ്, ഓവർഡോസ് ഓഫ് എക്സ്റേ അങ്ങനെ എക്സ്റേന്നോ അങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ റേഡിയന്റ് ബേൺ എന്ന് പറയും. കോൾഡ് ബേൺ ആണെങ്കിൽ കോണ്ടാക്ട് വിത്ത് ലിക്വിഡ് ഓക്സിജൻ ഓർ നൈട്രജൻ, ലിക്വിഡ് ഓക്സിജന് നൈട്രജന് അങ്ങനെ ലിക്വിഡ് ആയിട്ടില്ല അങ്ങനത്തെ ഓക്സിജൻ നൈട്രജൻ പോലെ ഉണ്ടാകുന്നതാണ് കോൾഡ് ബേൺ. അപ്പൊ ബേൺ എന്ന് പറഞ്ഞാല് ഡ്രൈ ഹീറ്റ് കൊണ്ടുള്ളതും സ്കാൽഡ് എന്ന് പറഞ്ഞാല് മോയ്സ്റ്റ് ഹീറ്റ് കൊണ്ടാണ് നോക്കാം. ഇത് നമ്മൾ നോക്കാം. ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്താ വെച്ചാല് സൂപ്പർഫിഷ്യൽ ബേൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സ്കിന്നിന്റെ സർഫസിനെ മാത്രം എഫക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ ബേൺസ് ദാറ്റ് എഫക്ട് ഔട്ടർ മോസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ഓഫ് ദി സ്കിൻ. ഡെർമിസിനും കൂടി ബാധിക്കുമ്പോൾ എന്തായി നമ്മളതിന് സെക്കൻഡ് ഡിഗ്രി ബേൺ പറയും. തേർഡ് ഡിഗ്രിയിലൊക്കെ എത്തിയപ്പോൾ തന്നെ എന്താ വെച്ചാൽ ബേൺസ് ദാറ്റ് ഹാവ് കിൽഡ് ദി സ്കിൻ ഓൺ ദ വേ ടു ദ ഫാറ്റി ടിഷ്യൂ. സ്കിന്ന് പോയി അതിന്റെ കൂടെ തന്നെ ഈ എപ്പിഡെർമിസും ഡെർമിസും കഴിഞ്ഞ് അതിന്റെ ഫാറ്റി ലെയർ ഓഫ് ദി ടിഷ്യൂ വരെ കവർ ചെയ്യുമ്പോഴാണ് നമ്മളെ തേർഡ് ഡിഗ്രി ബേൺ പറയാം. കുറെ ഡിഗ്രി ഇപ്പൊ ഫോർത്ത് ഒക്കെ പറയുന്നുണ്ട്, നമ്മളതിന് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ്, തേർഡ് ഡിഗ്രി. അപ്പൊ ഫസ്റ്റ് ഡിഗ്രിയിൽ നമ്മൾ എപ്പിഡെർമിസിൽ മാത്രം അല്ലെങ്കിൽ അതിന്റെ സൂപ്പർഫിഷ്യൽ സ്കിന്നിലെ ലെയർ മാത്രമേ എഫക്ട് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റത്തെ അവിടെ സിംറ്റംസ് ഓഫ് ദ ബേൺ ആണ് കേട്ടോ. സിംറ്റംസ് ആൻഡ് വാട്ട് ബേൺ ലുക്ക് ലൈക്ക് ഡിപ്പെൻഡ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ദി ബേൺ. അപ്പൊ നമ്മൾ അതിന്റെ സിംറ്റം നോക്കുന്നത് എപ്പോഴും ബേണിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചുള്ളതാണ് അതിന്റെ സിംറ്റംസ് പറയാൻ പറ്റും. ഫസ്റ്റ് ഡിഗ്രിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, എപ്പോഴും ഫസ്റ്റത്തെ ലെയർ സൂപ്പർഫിഷ്യൽ ലെയർ മാത്രം എഫക്ട് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡിഗ്രി ബേൺ വിൽ ബി റെഡ്, പെയിൻഫുൾ, ഡ്രൈ ബട്ട് ഹാസ് നോ ബ്ലിസ്റ്റേഴ്സ്. മൈൽഡ് സൺബേൺ ഇസ് എൻ എക്സാമ്പിൾ. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര റെഡിഷ് ആയിട്ടാണ് ഉണ്ടാവുക, അതേപോലെ പെയിൻഫുൾ ആയിരിക്കും, പിന്നെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ബ്ലിസ്റ്റർ ഉണ്ടാവാൻ പാടില്ല. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു അവിടെ നമ്മൾ പറയില്ല കുമിള പോലെ ഉണ്ടാവുമല്ലോ ബേണ് നല്ലോണം പൊള്ളിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല. ഫസ്റ്റ് ഡിഗ്രിയിൽ കുറച്ചും കൂടി പെയിൻഫുൾ ആയിരിക്കും, അതേപോലെ റെഡിഷ് ആയിട്ടാണ് ഉണ്ടാവുക. സെക്കൻഡ് ഡിഗ്രിയിലാക്കിയപ്പോൾ തന്നെ എന്തായിരിക്കും, ബേൺ അപ്പിയേഴ്സ് റെഡ് ആൻഡ് ബ്ലിസ്റ്റേർഡ് ആൻഡ് മേ സോൾഡ് ആൻഡ് പെയിൻഫുൾ. സെക്കൻഡ് ഡിഗ്രിക്ക് എത്തിയപ്പോൾ തന്നെ എന്തായിരിക്കും, റെഡിഷ് ആണ്, അതിന്റെ കൂടെ തന്നെ ബ്ലിസ്റ്റർ ഫോം ചെയ്തു, അതുകൂടെ തന്നെ സ്വെല്ലിംഗ് ഉണ്ട്, പെയിൻഫുൾ ആണ്. കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു ഡെർമിസും കൂടി എഫക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രിയിൽ ഏരിയ ഓഫ് തേർഡ് ഡിഗ്രി ബേൺ അപ്പിയേഴ്സ് വൈറ്റ് ഓർ ചാർഡ്. കാരണം ഫസ്റ്റ് സെക്കൻഡ് റെഡ് ആണെങ്കിൽ തേർഡിക്ക് എത്തിയപ്പോൾ ഉണ്ടായി ആ റെഡിഷിനുള്ള ക്യാരക്ടറെ പോയിട്ട് ഒരു വൈറ്റ് ഓർ ചാർഡ് അപ്പിയറൻസ് ആയി. അതേപോലെ തന്നെ തേർഡ് ഡിഗ്രി may not hurt because the nerve endings have been damaged or destroyed. ഫസ്റ്റ് ഡിഗ്രിയിലും സെക്കൻഡ് ഡിഗ്രിയിലും നമ്മൾ സൂപ്പർഫിഷ്യൽ ലെയറിലും ഡെർമിസിന്റെ ലെവലിലും എഫക്ട് ചെയ്തുകൊണ്ട് തന്നെ നെർവസ് ടിഷ്യൂ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും. അപ്പൊ ഈ നെർവ് ഇങ്ങനെ കുത്തി നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഭയങ്കര, നമ്മളെ ഫിംഗറിന്റെ അറ്റങ്ങളിലേക്ക് ഒരു സൂചി കുത്തുകയെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേദന വരികയാണെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കൂലെ. പക്ഷെ അത്തരത്തിന്റെ വേദന ഉണ്ടാവില്ലല്ലേ നമ്മളെ ഈ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ളതാവുമ്പോ. ഇവിടെ എന്താ വെച്ചാല് ഈ അറ്റങ്ങളിൽ നെർവ് എൻഡിങ്സ് ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഭാഗങ്ങളും സെൻസിറ്റീവ് ആവുന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു സൂചി കുത്തുമ്പോൾ തന്നെ നമ്മൾ കൈ പിൻവലിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നെർവൊക്കെ പാടെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫാറ്റി ലെയറിന് വരെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെർവസ് ലെയർ ഒക്കെ കത്തിപ്പോയി. അതുകൊണ്ട് തന്നെ അതിന്റെ പെയിനും കാര്യങ്ങളും അത്രത്തോളം ഉണ്ടാവില്ല. അതേപോലെ ആ ഒരു റെഡിഷ് ഉണ്ടാവില്ല, ഒരു വൈറ്റോ അല്ലെങ്കിൽ ഒരു ചാർഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് കൂടുതലായിട്ട് കാണിക്കുക. അപ്പൊ ഒരു ഫസ്റ്റ് ഡിഗ്രി ബേണിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യണം ബേണിൽ വെച്ചാല്, നമ്മള് ആ ഒരു ഇൻഫ്യൂസ് നമ്മൾ ആ ഭാഗത്തുള്ള ആൾക്കാരെ നമ്മളൊന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് പറയുന്നത്. ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യുക, അതേപോലെ തന്നെ ബേണിന്റെ സോഴ്സ് എന്താ വെച്ചാൽ അതിനെ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ കൂൾ വാട്ടർ അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ കുറക്കാൻ പറ്റുക, ഐസ് യൂസ് ചെയ്യരുത്. ഫ്ലഷ് ആ ഏരിയനൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഒന്ന് കൂൾ വാട്ടർ യൂസ് ചെയ്യാം, പക്ഷെ ഐസ് വാട്ടർ യൂസ് ചെയ്യരുത്. പിന്നെ ഈ വൂണ്ട് എന്താണ് ഈ വൂണ്ട് ഉണ്ടായ ഭാഗത്ത് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ ക്ലോത്തിനെ മാത്രം റിമൂവ് ചെയ്യുക. സ്റ്റിക്ക് ചെയ്തിട്ടില്ലേ അതിന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യരുത്. അല്ലാത്തതായിട്ടില്ല പുറമേ നിന്നില്ല എന്താണ് ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള നമുക്ക് ബാൻഡേജ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ബാൻഡേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ബ്ലിസ്റ്റർ ഉണ്ടെങ്കിൽ പൊട്ടിക്കരുത്, അത് ഇൻഫെക്ഷൻ കാര്യങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രീസ്, സ്പ്രേ, ബട്ടർ, ഓയിൽമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് അവിടെ അപ്ലൈ ചെയ്യരുത്. ഇനി റൂൾ ഓഫ് 9 ഫോർ ബേൺസ്, ഇതിൽ ഇത്ര ക്വസ്റ്റ്യൻ വരുള്ളൂ. റൂൾ ഓഫ് 9 എന്തിനുള്ളതാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ബേൺസ് നമ്മൾ അതിന്റെ സിവിയറിറ്റിയും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ക്രൈറ്റീരിയ ഏതാണ്. അപ്പൊ റൂൾ ഓഫ് 9, റൂൾ ഓഫ് 8 അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് റൂൾ ഓഫ് 9 ആണ്. അത് നമ്മൾ ഈ ബോഡീനെ നമ്മൾ ഇത്രയും പാർട്സുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടിനും നമ്മൾ എന്തെങ്കിലും 9% എന്നുള്ള രീതിയിൽ കൊടുക്കാം. എന്നിട്ട് അപ്പൊ നമ്മൾ ബോഡിയിൽ ഒരു 99 കിട്ടുമല്ലോ. പിന്നെ 1% ഫോർ ഗ്രോയിൻ അല്ലെങ്കിൽ ജെനൈറ്റൽ റീജിയൻ കൊടുത്തിട്ടുള്ളതാണ്. ഈ രീതിയിലാണ് നമ്മൾ ബേണിന്റെ സിവിയറിറ്റി നോക്കാം. അപ്പൊ എന്റെ ഹെഡും നെക്കും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് 9% കൊടുക്കും. പിന്നെ റൈറ്റ് ആമിൽ എഫക്ട് ചെയ്താൽ 9%, ലെഫ്റ്റ് ആമിൽ 9%, എന്റെ ട്രങ്കിന് 36. അതെങ്ങനെ വെച്ചാല് ചെസ്റ്റിന്റെ ഭാഗം 9, അബ്ഡോമിന്റെ ഭാഗം 9, കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് തന്നെ ബാക്കില് അപ്പർ ബോട്ടില് 9ഉം പിന്നെ ബാക്കിന്റെ കുറച്ച് താഴ്ഭാഗത്ത് 9. അപ്പൊ അവിടെ ഈ മുന്നില് 18ഉം ബാക്കിൽ 18ഉം കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ 36 കിട്ടും. ഗ്രോയിൻ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് 1 ആയിട്ട് കൊടുത്തത് ഗ്രോയിൻ. എന്റെ റൈറ്റിലേക്ക് 18 ആണ്. അപ്പൊ എങ്ങനെ വെച്ചാല് മുൻഭാഗത്തെ 9ഉം ബാക്ക് ഭാഗത്തെ 9ഉം. അപ്പൊ അവിടെ എൻ്റർ 18 കിട്ടും. അപ്പൊ ലെഫ്റ്റിലേക്കും 18 കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടല് 100 എന്നുള്ള പെർസെന്റേജ് കിട്ടും. അപ്പൊ ഇതിൽ എത്ര എഫക്ട് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ബേൺസിന്റെ സിവിയറിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പൊ ഈ ആസിഡ് വിക്ടിംസ് ഒക്കെ അല്ലേ, അപ്പൊ അവർക്കൊക്കെ ഈ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ടാണ് ഇതിൽ എത്രത്തോളം ബേൺസിന്റെ അവർക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതിനൊക്കെ ഈ റൂൾ ഓഫ് 9 യൂസ് ചെയ്യും. അപ്പൊ ഇത്ര ബേൺ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. ഇനി ഇതിൽ തന്നെ ഒരു കുറെ കാറ്റഗറീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇതിൽ ഡിഫറൻസ് കാര്യങ്ങൾ നോക്കുക. നമ്മൾ പറഞ്ഞ ഹെഡ് ആൻഡ് നെക്കിൽ 9, ചെസ്റ്റിന്റെ അപ്പുറം ഇതും കൂടെ 9, അതിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്തുണ്ടാവും. ആമില് ഓരോ ഭാഗത്ത് 9, ജെനൈറ്റല് 1, പിന്നെ ലെഗില് 18 ഓരോ ഭാഗത്ത്. ഈ പിക്ചർ കറക്റ്റ് ആയിട്ട് നോക്കാന്നുള്ളതിനെക്കാളും ഈ റൂൾ ഓഫ് 9 എന്തിനാണെന്നുള്ളതാണ് കൂടുതൽ നോക്കേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ 9 ആണെന്നുള്ളത് ഓർമ്മ ഉണ്ടായാൽ മതിയല്ലോ. ചോക്കിങ് ഞാൻ മുന്നത്തെ സ്ലൈഡ് തന്നെയാണ്. അപ്പൊ അത് ഞാൻ ഓരോന്നും എടുത്ത് പറയണില്ല. എന്താണ് ചോക്കിങ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഫുള്ള് പറയുന്നത്. അത് നമ്മൾ മുന്നേ പറഞ്ഞ സ്ലൈഡ് തന്നെയാണ് ഇത് പറഞ്ഞത്. ഹെംലിഷ് മാനർ എന്തിനാ യൂസ് ചെയ്തത്, ചോക്കിങ്ങിലാണ്. അപ്പൊ അതൊന്ന് നോക്കാം. സയൻസ് ഓഫ് ചോക്കിങ് നമ്മൾ പറഞ്ഞ സിംറ്റംസ് എങ്ങനെയാണ് ഒന്നുകൂടി പറയുന്നത് കേട്ടോ. അപ്പൊ ആസ്ഫിക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫസ്റ്റ് പറഞ്ഞ അനാഫൈലക്റ്റിക് ഷോക്ക്. അപ്പൊ ആസ്ഫിക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ വിച്ച് ലങ്സ് ഡു നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് സപ്ലൈ ഫോർ എയർ ഫോർ ബ്രീത്തിങ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബ്ലഡിന് എന്താണ് ഈ ലങ്സിലേക്ക് ഈ ഓക്സിജന് പമ്പ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂസിന്റെ ഓരോ പാർട്ടിലേക്ക് എത്തണം എന്നുള്ളത്. അങ്ങനെ എത്താത്ത സമയത്ത് ലങ്സിന് ആവശ്യമായിട്ടുള്ള എയർ കറക്റ്റ് ആയിട്ട് എത്താത്ത സമയത്ത് ഉണ്ടാകുന്ന സിംറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയാ ആസ്ഫിക്സിയ. എന്ത് കാരണങ്ങൾ കൊണ്ടും ആയിക്കോട്ടെ ലങ്സിന് അതിൻ്റെത് ആവശ്യമായിട്ടുള്ള രീതിയിൽ എന്താണ് ബ്രത്തിങ്ങിന് ആവശ്യമായിട്ടുള്ള എയർ എത്താത്ത ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്താ പറയാ ആസ്ഫിക്സിയ എന്ന് പറയും. പിന്നെ ഇഫ് ദിസ് കണ്ടിന്യൂസ് ഫോർ മിനിറ്റ്സ് ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് ആക്ഷൻ സ്റ്റോപ്സ് ആൻഡ് ഡെത്ത് ഓഫ് ദസ്. ഇത് കുറെ സമയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നെങ്കിൽ ബ്രീത്തിങ് നിൽക്കും. അപ്പൊ ഹാർട്ടിന്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അതെന്തായിരിക്കും, ഡെത്ത് ഉണ്ടാകും. അപ്പൊ എന്തുകൊണ്ടൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ നമുക്ക് എയർ പാസേജിന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. എയർ പാസേജിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല, ലങ്സിലേക്ക് എയർ എത്തൂല. അപ്പോൾ എയർ പാസേജിന് സ്പാസം വരാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരാം, വേറെ എന്തെങ്കിലും വന്നിട്ട് കംപ്രഷൻ വരാം. അപ്പൊ വേറെ എന്തെങ്കിലും എയർ പാസേജിന് ഇപ്പൊ നമ്മള് ലാരിങ്സ് ആ ബ്രോങ്കി ആ ഭാഗങ്ങൾക്കൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിൽ എയർ കട്ടാവും. എയർ ആ ഭാഗത്തിൽ കൂടെ പോവാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഭാഗത്തിന് കംപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലങ്സിലേക്ക് ഓക്സിജൻ എത്തിയിട്ട് എയർ എത്തൂല. ഇനി അല്ലെങ്കിൽ കംപ്രഷൻ ഓഫ് ദി ചെസ്റ്റ്, ഇപ്പൊ നമ്മളെ മേലെ കൂടെ എന്തെങ്കിലും മരം വന്ന് വീഴേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നിട്ട് വലിയ എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിന് കംപ്രഷൻ വന്നാലും അങ്ങോട്ട് എത്തൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ലങ്സിന് ഇഞ്ചുറി വരാം, അല്ലെങ്കിൽ ചെസ്റ്റ് വാളിന് ഇഞ്ചുറി വരാം, അങ്ങനെ എത്തൂല. ഇനി റെസ്പിറേറ്ററി മെക്കാനിസം നമ്മളിപ്പോ പറഞ്ഞ റാബീസില് അല്ലെങ്കിൽ ടെറ്റനസില് എപ്പിലെപ്സിയിലൊക്കെ എന്ന് വെച്ചാല് റെസ്പിറേറ്ററി ഭാഗങ്ങൾക്ക് പാരാലിസിസ് വരും. അപ്പോഴും ലങ്സിലേക്ക് എയർ എത്തുക. അതേപോലെ തന്നെ ബ്രെയിൻ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി കൺട്രോൾ ചെയ്യുന്ന പാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. നമ്മൾ പോയിസണിങ്ങിൽ പറഞ്ഞു, സയനൈഡിന്റെ പോയിസണിങ്ങിൽ പറഞ്ഞു. അങ്ങനെ പോയിസണിങ്ങിന്റെ ഒക്കെ പാർട്ടിലും ഇതേ രീതിയിൽ നെർവ് സിസ്റ്റത്തിന് പ്രശ്നം വരും. അപ്പൊ അത് എന്തായിരിക്കും, ബ്രെയിനിലേക്ക് ലങ്സിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ടുള്ള എന്താണ് നെർവ്സ് തന്നെ കട്ട് ചെയ്തു പോകും.
പിന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഓക്സിജൻ ബ്ലഡിൽ കുറയാണെങ്കിൽ, വേറെ കാരണങ്ങൾ കൊണ്ട് ബ്ലഡിൽ ഓക്സിജൻ കുറയാണ്, ഇപ്പൊ ബ്ലഡിൽ നിന്ന് സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ല, ഹീമോഗ്ലോബിൻ കുറയുന്ന സമയത്ത് അതിന് സപ്ലൈ ചെയ്യാൻ കഴിയില്ല, അങ്ങനെയൊക്കെ വരാം. പിന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഓക്സിജനേക്കാളും കാർബൺ മോണോക്സൈഡ് അവിടെ റീപ്ലേസ് ചെയ്ത് കയറി നിൽക്കും. അങ്ങനെ ആവുന്ന സമയത്തും എന്താണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിലൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇവിടെ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള രീതിയിലുള്ള ഓക്സിജൻ എത്താതെ അവിടെ കാർബൺ മോണോക്സൈഡ് കയറി നിൽക്കും. അപ്പോഴും എന്താണ് ഈ ലങ്സിലേക്കൊക്കെ ഈ എയർ സർക്കുലേഷൻ നടക്കില്ല. ഇങ്ങനെയൊക്കെ ഇതിന്റെ കാരണമാണ്. ആസ്ഫിക്സിയൊക്കെ പല രീതിയിലുള്ള കാരണങ്ങളും. അപ്പൊ കുട്ടികൾക്ക് ആസ്ഫിക്സിയ ഉണ്ടാവാം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഈ ഓക്സിജൻ കിട്ടുന്നൊക്കെ കുട്ടികൾക്ക് പറയണോ? അത്രേ ഉള്ളൂ. ബർത്ത് ആസ്ഫിക്സിയ occurs when there is a lack of oxygen and blood flow to the brain. അപ്പൊ ബ്രെയിനിലേക്ക് തന്നെ എന്തുണ്ടാവണില്ല, ബർത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, നമ്മൾ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ലേബർ വരിക, വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബ്രെയിനിലേക്ക് തന്നെ ബ്ലഡ് ഫ്ലോ കാര്യങ്ങൾ കുറയും, ഓക്സിജൻ കുറയും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്തൊക്കെ ഉണ്ടാക്കും, ഓക്സിജൻ ഡിപ്രൈവേഷൻ കുറയും. അതേപോലെ തന്നെ കുട്ടികളിൽ ഓക്സിജൻ ലെവൽ കുറയാം. പിന്നെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ബർത്ത് ആസ്ഫിക്സിയയിലേക്ക് നയിക്കാം. ഇനി ആസ്ഫിക്സിയ നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജസ് ഓഫ് ഫോഴ്സ്ഡ് റെസ്പിറേഷൻ. അവിടെ എന്താ വെച്ചാൽ എന്തെങ്കിലും റെസ്പിറേറ്ററി സ്റ്റിമുലസിന്, ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ എന്താണ് ഈ ആളുടെ ഈ റെസ്പിറേഷൻ നമുക്ക് മേലെന്ന് പോൺസും കാര്യങ്ങളൊക്കെ അല്ലേ ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആണ് ഈ റെസ്പിറേറ്ററി ഫോഴ്സ്ഡ് റെസ്പിറേഷൻ. ആദ്യം അവരെന്താ വെച്ചാൽ ഫോഴ്സ് ചെയ്തുകൊണ്ട് എടുത്തു നോക്കും. ഡിസ്നിയ പോലെ എന്താ വെച്ചാൽ വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരിങ്ങനെ ശ്രമിച്ചു നോക്കും. അപ്പൊ അതിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റേജ് ഓഫ് കൺവൾഷനിലേക്ക് പോകും. അവിടെ എന്തുണ്ടാക്കും, സെറിബ്രൽ ഇറിറ്റേഷൻ കാര്യങ്ങളാണ് ഉണ്ടാക്കുക. അതിന്റെ കൂടെ പേഷ്യന്റ് എന്താ വെച്ചാൽ കൺവൾഷന്, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, നമ്മളിപ്പോ പറഞ്ഞ കുറെ സിംറ്റംസ്, ഹൈപ്പർ ടെൻഷന്, പീപ്പിളൊക്കെ കൺസ്ട്രിക്റ്റഡ് ആവുക, അങ്ങനത്തെ കുറെ സിംറ്റംസ് കിട്ടും. പിന്നെ സ്റ്റേജ് ഓഫ് പരാലിസിസിലേക്ക് ആകുമ്പോൾ എന്തായിരിക്കും, ഓൾറെഡി ലോസ് ഓഫ് കോൺഷ്യസ്നസ് വന്ന് മസിൽസ് ഒക്കെ പരാലിസിസ് വന്ന് അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ഫ്ലാക്സ്ഡ് ആയിക്കൊണ്ട് പിന്നെ പേഷ്യന്റ് കുറച്ചും കൂടി ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു 3 to 5 മിനിറ്റ് കൊണ്ട് ഡെത്ത് വരെ നയിക്കാം. അപ്പൊ സയൻസ് ഓഫ് ആസ്ഫിക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് കുറച്ചു നേരം ലങ്സിൽ നിന്ന് എയർ സപ്ലൈ കാര്യങ്ങളും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബ്രെയിനിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും, പെറ്റക്കൽ ഹെമറേജ്, അവിടെയും ഇവിടെയും ബ്ലഡ് സ്പോട്ട് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നതിനെ നമ്മൾ പെറ്റക്കൽ ഹെമറേജ് എന്ന് പറയാം. വിസറൽ കൺജഷൻ ആൻഡ് എഡിമ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു റെഡിഷ് ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് ചുമന്ന് നിൽക്കുന്ന രീതിയിൽ വരാം. അതേപോലെ കണ്ണ് മാത്രമല്ല എല്ലാ രീതിയിലുള്ള വിസറയിലും ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകും. അവിടെ തന്നെ നീരും കാര്യങ്ങളും ഉണ്ടാകും. സൈനോസിസ് എന്ന് പറഞ്ഞാല് അവിടെയൊക്കെ ഒരു ബ്ലൂനെസ് ഉണ്ടാകും. പിന്നെ പോസ്റ്റ്മോർട്ടം ഫ്ലൂയിഡിറ്റി ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാല് എന്താണ്, ഓരോ ഭാഗത്ത് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ടായിട്ട്, ഇപ്പൊ നമ്മളെ ബട്ടക്സിന്റെ ബാക്കില് അല്ലെങ്കിൽ കടക്കുകയാണെങ്കിൽ ഈ ബാക്ക് ഭാഗങ്ങളിലൊക്കെ തന്നെ ബ്ലഡ് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കും. പിന്നെ കാർഡിയാക് ഡയലറ്റേഷൻ, ഇത് അതിന്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഡെത്തിലേക്ക് നയിക്കും പറയും. അപ്പൊ അതാണ് നമ്മൾ ആസ്ഫിക്സിയ എന്ന് പറഞ്ഞത്. ആസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ ആസച്ച് എന്താ വെച്ചാല് ബ്ലഡ് നമ്മളെ ലങ്സിലേക്കാണെങ്കിലോ ഇതിലൊക്കെ തന്നെ എയർ സർക്കുലേഷൻ കിട്ടാണ്ടാവുക, അങ്ങനെ ഉണ്ടാവുന്ന സിംറ്റത്തിനെയാണ് നമ്മൾ അതിന്റെ ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. ഈ ഡ്രൗണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൗണിങ് കോസസ് ആസ്ഫിക്സിയ ബൈ, അവിടെ വാട്ടർ എന്നുണ്ട് കേട്ടോ, ബൈ വാട്ടർ എന്ററിങ് ദ ലങ്സ്. ഇവിടെ എന്താ വെച്ചാൽ നമ്മള് ഈ ലങ്സിൽ നമ്മൾ എന്താ പറഞ്ഞ എയർ ആണ് എത്തേണ്ടത്. ആ എയർ എത്തേണ്ടതിന് പകരം ലങ്സിൽ എന്തായിരിക്കും, വെള്ളം കയറിക്കുക. അപ്പൊ ലങ്സിൽ വെള്ളം കയറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായി, അവിടെ നമ്മൾ എന്തായിരിക്കും, ഡ്രൗണിങ് ആണ് അതിന് പറയാം. ഡ്രൗണിങ് കോസസ് ആസ്ഫിക്സിയ ബൈ വാട്ടർ എന്ററിങ് ദ ലങ്സ് ഓർ ബൈ കോസിങ് ത്രോട്ട് ഗോയിങ് ടു സ്പാസം സോ കൺസ്ട്രിക്റ്റിംഗ് ദ എയർ പാസേജസ്. ഈ എയർ പാസേജസിന് ഏതെങ്കിലും രീതിയിൽ സ്പാസം സംഭവിക്കുക, അതായത് വെറുതെ കിടന്നിട്ട് കൺസ്ട്രിക്റ്റ് ആവുക, വെറുതെ കിടന്നിട്ട് ഇങ്ങനെ ഞെക്കി പിരിയാന്ന് പറയും. അങ്ങനെ ഞെക്കി പിരിയണം, വെള്ളം കയറിയിട്ട് അല്ലാണ്ട് രീതിയിൽ ഉണ്ടാവുന്ന പിരിച്ചിനെയാണ് നമ്മൾ എന്താ പറയാ, ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയാം. വെള്ളം കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡ്രൗണിങ് എന്ന് പറയും. നമുക്കറിയാലോ, മുങ്ങി വരണം എന്നൊക്കെ പറയില്ലേ, അതെ. പക്ഷെ അങ്ങനെ വെള്ളം കയറിയിട്ട് അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ സ്പാസം വന്നിട്ടുണ്ടാവും, ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയും. അപ്പോൾ ഡ്രൗണിങ് ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാല് ഓരോ ഓർഗൻസിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. റെസ്പിറേറ്ററിയിൽ വെള്ളം കയറിയാൽ പൾമണറി എഡിമ ഉണ്ടാകും. കാർഡിയോവാസ്കുലറിലാകുമ്പോൾ എന്താ വെച്ചാലും എന്തായാലും എന്താണ് ആ കാർഡിയാക് അറസ്റ്റ് അങ്ങനത്തെ സിംറ്റംസും കാര്യങ്ങളും കിട്ടും. അതൊന്നും ഡീറ്റെയിൽ പോണില്ല. അപ്പൊ ഡ്രൈ ഡൗണിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഫിങ് ആകാം, നമുക്ക് സിംറ്റംസ് കിട്ടുന്നത് ഈ എയർ പാസേജസിന് എന്തെങ്കിലും സ്പാസം വരുമ്പോഴാണ് നമ്മൾ ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ കഫിങ് ആയിരിക്കും സിംറ്റം കിട്ടുക, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ പോലെ കിട്ടാം.
പിന്നെ ഒരു എന്താണ് നമുക്ക് ഒരു ഉഷാറില്ലായ്മ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് അങ്ങനത്തെ ഒക്കെ ടെൻഡൻസി പറയില്ലേ, അങ്ങനത്തെയൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് കൂടുതൽ കിട്ടുക. ഇനി സ്ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് സ്വമേധയാ നമ്മൾ തൂങ്ങുന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കെട്ടി തൂക്കുന്നതിനാണ് എന്ന് പറയാം സ്ട്രാങ്കുലേഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ സിംറ്റംസ് ആയിട്ട് കിട്ടാം പെറ്റയ്ക്ക് റെഡ് സ്പോട്ട് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ ബ്ലഡ് റെഡ് ആയി തന്നെയാണ് ഇതിനെ പറയാം. കണ്ണിൽ ഇങ്ങനെ റെഡ് ആയിട്ട് ഫുള്ള് ബ്ലഡ് ഇങ്ങനെ തറച്ചു നിൽക്കുന്ന രീതിയിൽ. അതിന്റെ കൂടെ ലിപ്സ് ഒക്കെ സൊള്ളൻ ആയിരിക്കും, ബ്രൂസ്ഡ് ഫീലിംഗ്, പിന്നെ കോൾഡ് ഓർ എന്താണോ ഇതെന്ന് വെച്ചാൽ അതിന്റെ ഒരു സിംറ്റംസ് അതിന്റെ ആ ഒരു പാർട്ട് കഴുത്തിലുണ്ടാവും. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ഇതുണ്ടാവുമ്പോൾ ഈ കഴുത്തിന് ഇത് സ്വന്തം കെട്ടിയതാണെങ്കിലും അത് വലിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ സ്ക്രാച്ചസ് ഉണ്ടാവും. അതൊക്കെയാണ് അതിന്റെ സിംറ്റം കിട്ടുക. എന്താണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയലന്റ് ആസ്ഫിക്സിയൽ ഡെത്ത് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എയർ പാസേജസ് ഉണ്ടാക്കും. പിന്നെ നെക്കിലാണ് ഈ ഒരു ലിഗേച്ചർ അല്ലെങ്കിൽ കോഡ് ഉണ്ടാവുക. ചിലപ്പോ സ്വന്തമാകാം, അല്ലെങ്കിൽ ബൈ സസ്പെൻഷൻ ആവാം. ഒന്നല്ലെങ്കിൽ സ്വന്തം കിട്ടാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബൈ അതർ മീൻസ് വേറെ ഏതെങ്കിലും രീതിയിൽ കെട്ടിത്തൂക്കലാകാം. അങ്ങനെ ആകുമ്പോൾ അതിന് എന്ത് പറയാം, സ്ട്രാങ്കുലേഷൻ പറയും. ഇനി സഫോക്കേഷൻ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഇപ്പൊ നമ്മളെ മൗത്തിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും സാധനം ഇപ്പൊ പില്ലോ വെച്ചിട്ട് അമർത്തുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബാഗ് വന്നിട്ട് അമരുക. പിന്നെ ചിലപ്പോൾ നമ്മള് എന്തെങ്കിലും ഇപ്പോ ഈ ഇപ്പോഴത്തെ വയനാട്ടിലെ പ്രശ്നങ്ങൾ കണ്ടില്ല, മണ്ണിലേക്ക് മൂടിയിട്ട് മണ്ണിലേക്ക് നമ്മളാണ് കുഴിഞ്ഞു നിൽക്കുക. അപ്പൊ എന്താ വെച്ചാൽ മഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വായിൽ വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എയർ എടുക്കാൻ പറ്റില്ല, അതേ രീതിയിൽ വരാം. അപ്പൊ പേഴ്സൺ ഈസ് കെപ്റ്റ് ഇൻ എ കൺഫൈൻഡ് സ്പേസ് ദെൻ അവൈലബിൾ ഓക്സിജൻ ഈസ് യൂസ്ഡ് അപ്പ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ഫേസിന്റെ ഭാഗങ്ങളാണ് ആദ്യം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഈ ആ ഭാഗങ്ങൾ അവർക്ക് ചെറിയ രീതിയിൽ തന്നെ ഓക്സിജനും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അവര് എന്താണ് വലിക്കാൻ സ്വന്തമായിട്ട് തന്നെ വലിച്ചോളും. അപ്പൊ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കും. സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൗത്തിന്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇൻ ജനറൽ ഈ രീതിയിലൊക്കെയാണ്. ഒന്നല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റൽ സഫോക്കേഷൻ, ഇപ്പൊ ഈ പുക കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിസൺ എല്ലായിടത്തൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടെങ്കിൽ, സ്മോദറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെ മുഖത്ത് പില്ലോ എന്തെങ്കിലും വെച്ചിട്ട് അമർത്തുക. ചോക്കിങ് നമ്മൾ പറഞ്ഞു. പിന്നെ മെക്കാനിക്കൽ ആസ്ഫിക്സിയന്റെ ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ സഫോക്കേറ്റിംഗ് ഗ്യാസസോ കാര്യങ്ങളോ വന്നിട്ട് സഫോക്കേഷൻ ഉണ്ടാവും. സഫോക്കേഷൻ ആണ് ശരിക്കും പ്യൂറസ്റ്റ് ഫോം ഓഫ് ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്താണ് കോസ്ഡ് ബൈ മീൻ അതർ ദാൻ കൺസ്ട്രക്ഷൻ ഓഫ് നെക്ക് ബൈ ഹാൻഡ്സ് ഓർ ലിഗേച്ചർ ഓർ അതർ മീൻസ്. സഫോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരാളെ എന്താണ് സ്വമേധയാ കൊല്ലുക, അല്ലെങ്കിൽ ഇങ്ങനെ ഹാൻഡ് വെച്ചിട്ട് കൊല്ലുക, അല്ലെങ്കിൽ ലിഗേച്ചർ വാർക്ക് വെച്ച് കൊല്ലുക, അങ്ങനെയൊന്നും അല്ലാത്തതിനാണ് നമ്മൾ എന്താ പറയാ സഫോക്കേഷൻ എന്ന് പറയാം. അപ്പൊ കാർബൺ മോണോക്സൈഡ് പോയിസൺ എന്താണ് കോമൺ സിംറ്റംസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസൺ ഇവിടെയാണ് കൂടുതൽ എടുത്തു പറയുന്നത്. നമ്മള് മറ്റൊരു സയനൈഡ് പോയിസൺ പറഞ്ഞിടത്തൊന്നും കാർബൺ മോണോക്സൈഡ് പോയിസൺ പറഞ്ഞിട്ടില്ല. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവൈലബിൾ ഓക്സിജനെ കാർബൺ മോണോക്സൈഡ് എടുത്ത് മാറ്റുക ചെയ്യാം. അവിടെയൊക്കെ എന്തായിരിക്കും കാർബൺ മോണോക്സൈഡ് കയറിയിരിക്കും. അപ്പോൾ പേഷ്യന്റിന്റെ കളർ ആദ്യമൊക്കെ നോർമൽ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പൻ ചെയ്തിട്ട് ചെറിയ പിങ്ക് കളറിലേക്ക് മാറും. എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് ബ്ലഡിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ചെറിയ പിങ്ക് കളർ കിട്ടും. നമ്മൾ ഈ എന്താണ് സ്കിന്നിന്റെ കളർ ചേഞ്ച് പറഞ്ഞു കൊടുത്ത് വരെ കാർബൺ മോണോക്സൈഡിന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ റെഡ് കളറാണെന്നുള്ളത്. അപ്പൊ സിംറ്റംസ് ആയിട്ട് കിട്ടുക എന്താ വെച്ചാല് ഹെഡ് ഏക്ക്, ഡിസിനെസ്, ഫെറ്റീഗ് അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ ബ്ലറി വിഷൻ അല്ലെങ്കിൽ ഡബിൾ വിഷൻ ഉണ്ടാകും. അതേപോലെ ബ്രെത്ത്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാകും. പിന്നെ കൺഫ്യൂഷന്, ചെസ്റ്റ് പെയിന്, നോസിയ, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് എത്താത്തപ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഇതൊക്കെ. ഇനി സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരത്തേക്ക് നമുക്ക് എന്താണ് ശ്വാസം കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന കണ്ടീഷനാണ് സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറയുന്നത്. സീരിയസ് കണ്ടീഷൻ, മസിൽസ് ഇൻ എയർ പാസേജസ് ഗോ ഇൻ ടു സ്പാസം. ഈ ആസ്മ ഉണ്ടാകുന്ന ആൾക്കാർക്കുണ്ട് കുറച്ചു നേരം ഒരു ശ്വാസം കിട്ടായി ഉണ്ടാവുമല്ലോ, അതായത് കുറച്ചു നേരം അവർക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് അധിക നേരം നീണ്ടു നിൽക്കുമ്പോഴാണ് അതിനെ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് എയർവേക്ക് എന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ വരും, അതിന്റെ കൂടെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാം. പിന്നെ എന്താ വെച്ചാല് ചിലപ്പോൾ ചിലർക്ക് അലർജി ആകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആകാം, ചിലപ്പോൾ ആൻസൈറ്റി കൊണ്ട് വരെ വരാം, ചിലപ്പോൾ പെട്ടെന്ന് വരെ ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാം. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആണ് പ്രധാനമായിട്ട് ഇതിൽ സിംറ്റം കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഇവരെ ബ്രീത്തിങ് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് സിംറ്റംസ് കൂടുതലാണ് കാണിക്കുക. അപ്പൊ കുറെ നേരം ബ്രെത്ത് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാഞ്ഞാൽ എന്തുണ്ടാവും, ബ്ലൂനെസ് ഉണ്ടാകും. അതേപോലെ ഫേസിലൊക്കെ ഒരു കൺജഷൻ, റെഡ്നെസ് ആയിട്ട് വരാം. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഡിഫിക്കൽറ്റി സ്പീക്കിങ്, ആൻസൈറ്റി കാര്യങ്ങളൊക്കെ അതിന്റെ സിംറ്റം ആയിട്ട് കിട്ടും.
ഇനി ഇൻഫന്റൈൽ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ 1 to 4 years ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ സിംറ്റം കിട്ടുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ രീതിയിൽ ത്രോട്ടിന് അല്ലെങ്കിൽ ഇയറിനൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിറ്റ്സ് ഒക്കെ പറയില്ലേ അതേ രീതിയിൽ കുട്ടികൾക്ക് കിട്ടാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് എയ്ഡിൽ എന്താ വെച്ചാൽ ആ ടൈറ്റ് ക്ലോത്തിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അവിടുന്ന് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പേഷ്യന്റിനെ ഫ്ലോറിൽ തന്നെ കത്താൻ നോക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഹെഡിൽ എന്തെങ്കിലും ചെറിയ കുഷനോ കാര്യങ്ങളോ വെച്ചിട്ടൊന്ന് ഹെഡ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് റൈസ് ചെയ്ത് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ എന്തായാലും ഇതിന്റെ സീഷറിന്റെ ഫസ്റ്റ് എയ്ഡ് എപ്പോഴും പാനിക് ആകരുത്. അതേപോലെ തന്നെ അവരൊന്ന് ചെറുതായിട്ടൊരു സൈഡിലേക്ക് ഒന്ന് ചെരിച്ചു കൊടുക്കുക. കുട്ടീന്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുക. പിന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഹെഡിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ സോഫ്റ്റ് ആയിട്ട് കുഷനോ എന്തെങ്കിലും കാര്യങ്ങൾ അണ്ടർ ഹെഡ് വെച്ചു കൊടുക്കാം. പിന്നെ വായിലൊന്നും വെള്ളം കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു 5 minutes ഉള്ളിൽ നമ്മളതിനെ ഹോസ്പിറ്റലിലേക്ക് 5 minutes മേലെ സീഷർ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലൈസ് ചെയ്യും. പിന്നെ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഡിസ്പ്രഷൻ എന്താണ് നമ്മളൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലുള്ള ചെറിയൊരു ചേഞ്ചിനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഡിസ്ട്രപ്ഷൻ ഓഫ് ഇൻ ദ നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. എപ്പിലെപ്റ്റിക് ഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അധിക സമയത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പിലെപ്റ്റിക് ഫിറ്റ്സ് ഉണ്ട്. may vary from momentary loss of attention without consciousness to muscular spasm and convulsion. ഇവിടെ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു മൊമെന്ററി ലോസ് ഓഫ് കുറച്ചും കൂടി എന്താ വെച്ചാൽ കോൺഷ്യസ്നെസ്സിലേക്ക് ഒന്നും പോയിട്ടുണ്ടാവില്ല, കോൺഷ്യസ്നെസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ മസ്കുലർ സ്പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുന്ന രീതിയാണ് എപ്പിലെപ്റ്റിക് ഫിറ്റ്സ് എന്ന് പറയുന്നത്. അതൊന്നും ഇതിലേക്ക് പോകണ്ട. ഈ സീഷറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സിംഗുലർ ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിനിൽ ഒരു ഫസ്റ്റ് വരുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മളെപ്പോഴും സീഷർ എന്ന് പറയാം. കുറച്ചും കൂടെ അതിന്റെ സിംറ്റംസ് സീഷറിന്റെ സിംറ്റം ഒക്കെ നമുക്കൊക്കെ അറിയാം. ജർക്കിങ് ഉണ്ടാകും, പിന്നെ അല്ലെങ്കിൽ എക്സ്ട്രീമിറ്റീസ് ഒക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുക, അതിന്റെ കൂടെ തന്നെ അവർക്ക് കോൺഷ്യസ്നെസ് ഒക്കെ നഷ്ടപ്പെടുക, അങ്ങനത്തെ സിംറ്റംസ്. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഒരു സീഷർ ഡിസോർഡർ ആണ്. പിന്നെ റിക്കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സീഷർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി ആയിട്ട് പറയുന്നത്. സീഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിംറ്റാണ്, അത് ഒരു സമയത്ത് മാത്രം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അറ്റ് എ ടൈം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ സീഷർ എന്ന് പറയും. അതിന്റെ കൂടെ അവർ ബ്രെയിനിലും കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുന്ന ഡിസീസിനാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയും. പിന്നെ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് കൂടെ ചോദിച്ചോ എന്തേലും. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് റാപ്പിഡ് ആവാം, അതേപോലെ ഡീപ്പ് ആകും. അതായത് ഓവറായിട്ട് നമ്മൾ ഓക്സിജൻ ബോഡിയിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥ പറഞ്ഞില്ലേ, അതേപോലെ ഹൈപ്പർ വെന്റിലേഷനും സംഭവിക്കും. ചിലപ്പോൾ ഓക്സിജനും കാര്യങ്ങളും ഓവറായിട്ട് എടുക്കുന്ന സമയത്തും ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാകും. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഓവറായിട്ട് ഓക്സിജൻ എത്തിയാലും കൺഫ്യൂഷൻ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ സ്റ്റെറിലൈസേഷൻ നമ്മൾ മറ്റൊടുത്ത് എടുത്ത് പറഞ്ഞതാണ്. ഞാനൊരു സ്ലൈഡ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തതേയുള്ളൂ. നമ്മൾ ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് ഹൈജീനിന്റെ പാർട്ടില് ഫസ്റ്റ് ഇത് നമ്മൾ എപ്പിഡമോളജി പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ അവിടെ നമ്മൾ സ്റ്റെറിലൈസേഷന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും എങ്ങനെ എന്ത് സ്റ്റെറിലൈസേഷനാണ് യൂസ് ചെയ്യേണ്ടത് പറയണേ. ഇതന്നെ ഫസ്റ്റ് എയ്ഡിലും പറയുന്നുണ്ട് സ്റ്റെറിലൈസേഷനും അതേപോലെ ഫുഡ് പോയ്സണിങ്ങും ഒക്കെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് മാത്രം ഇട്ടുള്ളൂ. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്താണ് ഫിസിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സ്റ്റെറിലൈസേഷന്റെ ആകെ കൂടെ ഉള്ളതൊരു ഇതാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കാൻ വേണ്ടി മാത്രം ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരിക ആ മറ്റേ പാട്ട് തന്നെ വരുള്ളൂ. എന്താണ് തെർമോമീറ്റർ എങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത്, ഫീഡിംഗ് ബോട്ടിൽ എങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നും നമ്മളെ ഓരോന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സാവലോൺ എന്തിനാ യൂസ് ചെയ്യണം, സെറ്റാവലോൺ അങ്ങനെ അങ്ങനെ എടുത്തു പറഞ്ഞതാണ് സ്റ്റെറിലൈസേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഇത് ഞാനൊരു എന്താണ് ഈ പാർട്ടിലും കൂടി ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഫസ്റ്റ് എയ്ഡ് എടുത്തപ്പോൾ നിർത്തതാണ്. പിന്നെ ഇതിൽ ഇനി പറയുന്നത് ഫുഡ് പോയ്സണിങ് ആണ്. അത് നമ്മൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റെഫലോകോക്കൽ ഫുഡ് പോയ്സണിങ് എങ്ങനെയാ, മറ്റേ സാൽമണലിന്റെ ഫുഡ് പോയ്സണിങ് എങ്ങനെയാ, നമ്മളെല്ലാം എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അത് വീണ്ടും ഇനി ഇവിടെ പറയണില്ല.